അപ്രതീക്ഷിത മാറ്റങ്ങൾ യുടെ മണ്ണിൽ വീണ്ടും മഴവില്ലിന് പകരം വെല്ലുവിളികൾ തീർക്കുകയാണ്. റാസൽ ഖൈമയും ഷാർജയും ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിൽ പെയ്തിറങ്ങിയ കനത്ത മഴ നഗരജീവിതത്തിന്റെ വേഗത കുറച്ചെങ്കിലും യെ തളർത്താനായിട്ടില്ല. വിമാനത്താവളങ്ങളിലെ തിരക്കും താപനിലയിലെ പെട്ടെന്നുള്ള ഇടിവും പ്രവാസികളെയും സ്വദേശികളെയും ഒരുപോലെ ബാധിച്ച നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. 2024 ആ മഹാപ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓരോ തുള്ളി മഴയെയും കരുതലോടുകൂടി നേരിടാൻ രാജ്യം സജ്ജമായിരുന്നു. ആധുനിക സംവിധാനങ്ങളും മനുഷ്യ പ്രയത്നവും കൈകോർത്തപ്പോൾ പ്രകൃതിക്ഷോഭത്തെ അതിജീവിക്കുന്ന യുടെ പോരാട്ട വീര്യമാണ് വീണ്ടും ദൃശ്യമായത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് റാസൽ ഖൈമയിലാണ്. ഒറ്റ രാത്രിയിൽ 77.5 മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത്. ഷാർജയിലെ കൽബയിൽ 65.8 മില്ലിമീറ്ററും റാസൽ ഖൈമയിലെ അൽ ഗാഫിൽ 60.6 മില്ലിമീറ്ററും രേഖപ്പെടുത്തി. ഫുജൈറയിലെ വാദി അൽ തുവൈൽ 57.2 മില്ലിമീറ്ററും ഷാർജയിലെ അൽ ദൈദിൽ 53.9 മില്ലിമീറ്ററും മഴ പെയ്തു. ദുബായിലും ഷാർജയിലും അന്തരീക്ഷ താപനിലയിലും കാര്യമായ കുറവുണ്ടായി. 25 ഡിഗ്രി ആയിരുന്നു ഉയർന്ന താപനില. ദുബായിൽ 22 ഡിഗ്രിയും ഷാർജയിൽ 21 ഡിഗ്രിയുമാണ് കുറഞ്ഞ താപനില. അബുദാബിയിൽ 21നും 26നും ഇടയിലും. ഇന്ന് പുലർച്ചെയോടെ മഴ കുറയുമെന്നായിരുന്നു കാലാവസ്ഥാ പ്രവചനം. രാജ്യത്ത് വിമാന സർവീസുകൾ പലതും വൈകിയിരുന്നു. വ്യോമപാത നിയന്ത്രണം ഉള്ളതിനാൽ സ്പെഷ്യൽ സർവീസുകൾ മാത്രമാണുള്ളത്. പലതും നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകിയാണ് പുറപ്പെട്ടത്. അർദ്ധരാത്രിയിൽ കനത്ത മഴയും കാറ്റും ഉണ്ടായിരുന്നപ്പോൾ ടേക്ക് ഓഫ് ഒഴിവാക്കിയിരുന്നു. ഷാർജ വിമാനത്താവളത്തിലെ സ്പെഷ്യൽ സർവീസുകളിൽ പലതും മുടങ്ങി. വിമാനമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ വിമാനത്താവളങ്ങളിലേക്ക് തിരിക്കാവൂ എന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. യിലെ അധികൃതരുടെ പ്രവർത്തനത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. രാവും പകലും ഒറ്റക്കെട്ടായിട്ടായിരുന്നു അവരുടെ പ്രവർത്തനം. വെള്ളക്കെട്ടുള്ള മേഖലകളിൽ വലിയ ടാങ്കർ ലോറികൾ എത്തിച്ച് പമ്പ് ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റി അധികൃതർ രാവും പകലും കർമ്മനിരതരായി തന്നെ നിരത്തിലുണ്ട്. ഒടിഞ്ഞു വീണ മരങ്ങൾ രാവിലെ തന്നെ വെട്ടിമാറ്റി. റോഡിലെ വെള്ളക്കെട്ടുകൾ ഓവുചാലുകൾ തുറന്ന് ഒഴുക്കിവിടാൻ ജനങ്ങളും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മഹാപ്രളയത്തിന്റെ മുൻപരിചയം ഇന്നലത്തെ മഴയിൽ ജനങ്ങൾക്ക് വലിയ തുണയായി. ബേസ്മെന്റ് പാർക്കിങ്ങുകളിൽ വെള്ളം കയറുന്നത് തടയാൻ മണൽ ചാക്കുകളും പ്ലാസ്റ്റിക് വാട്ടർ സ്റ്റോപ്പറുകളും എല്ലാം നിരത്തിയിരുന്നു. ഇത്തരം മുന്നൊരുക്കമില്ലാത്ത കെട്ടിടങ്ങളിലെ വാഹനങ്ങൾ ഉയർന്ന സ്ഥലത്തെ തുറസായ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ കൊണ്ടിട്ടു. 3 ദിവസമായി കനത്ത മഴയുണ്ടെങ്കിലും 2024 ഏപ്രിൽ മാസത്തിൽ പെയ്തതിനോളം വരില്ല എന്നൊരു ആശ്വാസം മാത്രമാണ് യുഎഇക്കുള്ളത്. അന്ന് അര ദിവസം കൊണ്ട് 200 മില്ലിമീറ്റർ മഴയാണ് രാജ്യത്ത് പെയ്തിറങ്ങിയത്. ഇത്തവണ 80 മില്ലിമീറ്റർ മാത്രമാണ് ഒരു ദിവസം പരമാവധി പെയ്തത്. കാറ്റ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗമെടുത്തു. 15 മുതൽ 30 കിലോമീറ്റർ ആയിരുന്നു ശരാശരി വേഗം. 2024 റെക്കോർഡ് മഴയ്ക്ക് കാരണമായത് സമുദ്രോപരിതലത്തിലെ ചൂട് കൂടിയതാണെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് അന്തരീക്ഷ ഈർപ്പം കൂട്ടാനും മുൻപില്ലാത്ത വിധമുള്ള മഴ ലഭിക്കാനും ഒക്കെ അന്ന് കാരണമായി. ചില എമിറേറ്റുകളിൽ ഒരു വർഷം പെയ്യേണ്ട മഴയാണ് 2024 ഒറ്റ ദിവസം കൊണ്ട് പെയ്തിറങ്ങിയത്. യുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഴയായിരുന്നു അന്ന് പെയ്തത്. അൽ ഐനിൽ 254 മില്ലിമീറ്റർ വരെയും ദുബായിൽ 142 മില്ലിമീറ്റർ വരെയും മഴ പെയ്തു. സാധാരണഗതിയിൽ ഒരു വർഷം ശരാശരി 140നും 200 മില്ലിമീറ്ററിനും ഇടയിലാണ് മഴ യുഎഇയിൽ എത്താറുള്ളത്. എന്നാൽ 2024 ഏപ്രിലിലെ ഒറ്റ ദിവസത്തെ മഴ ഒരു വർഷത്തേക്കുള്ള മഴയായിരുന്നു. അതാണെന്ന് വലിയ നാശനഷ്ടം രാജ്യത്തിനുണ്ടാക്കിയത്. സമുദ്രോപരിതലത്തിലെ ചൂട് കൂടിയതായിരുന്നു കാരണമെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വരികയും ചെയ്തു. അന്ന് 7 എമിറേറ്റുകളും വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയായിരുന്നു. ഇതേ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ദുബായ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ വെള്ളത്തിനടിയിലായി. വ്യോമ, റെയിൽ, റോഡ് ഗതാഗത സംവിധാനങ്ങൾ താറുമാറായി. തുടർന്ന് ജനജീവിതം സ്തംഭിച്ചു. അന്ന് വിമാന സർവീസുകൾ എല്ലാം റദ്ദാക്കപ്പെടുകയും വൈകുകയും ഒക്കെ ചെയ്തു. വീടുകളിലും കെട്ടിടങ്ങളിലും വെള്ളം കയറിയത് മൂലം വലിയ നാശനഷ്ടങ്ങളാണ് അന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒട്ടനവധി വാഹനങ്ങൾ വെള്ളത്തിൽ ഒഴുകി പോവുകയും വെള്ളം കയറിയത് കാരണം കേടുപാടുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സമുദ്രോപരിതലത്തിലെ ചൂട് കൂടുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിക്കുകയും അത് അസ്വാഭാവികമായ മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നുവെന്ന കണ്ടെത്തൽ വളരെ ഗൗരവകരമായ ഒരു കാലാവസ്ഥാ മാറ്റം തന്നെയാണ്. 2024 റെക്കോർഡ് മഴയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണത്തെ ആഘാതം കുറവാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആവർത്തിക്കാമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വ്യോമയാന മേഖലയിൽ ഉണ്ടായ തടസ്സങ്ങളും ജനജീവിതത്തിലെ പ്രതിസന്ധികളും അധികൃതരുടെ കൃത്യമായ ഇടപെടലുകളിലൂടെ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിലും ജാഗ്രത കൈവിടാതെ ഔദ്യോഗിക അറിയിപ്പുകൾ പാലിച്ച് മുന്നോട്ട് പോകുന്നത് സുരക്ഷ ഉറപ്പാക്കാൻ അനിവാര്യമാണ്. കൃത്യമായി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ തുടരുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കുക. കഴിയുന്നിടത്തോളം യാത്രകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ഈ സമയത്ത് ഏറ്റവും നല്ലത്. കരുതലോടുകൂടി ഇരുന്നാൽ നമുക്കും ചുറ്റുമുള്ളവർക്കുമെല്ലാം നല്ലതാണ്.